വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇംപ്ലാന്റേഷൻ സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ ഭൂരിഭാഗം ആളുകൾക്കും ഉണ്ടാകുന്ന 2 പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. തുടക്കത്തിൽ തന്നെ പറയട്ടെ, ഏർലി പ്രഗ്നൻസി സിംറ്റംസിനെ പറ്റിയിട്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ ഇതിനോടകം ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ലക്ഷണങ്ങളെ പറ്റിയിട്ട് നിങ്ങൾ വീഡിയോസ് ചെയ്യുമ്പോഴേക്കും ഇതിനെപ്പറ്റി ഓവറായിട്ട് കോൺഷ്യസ് ആവാതെ ലക്ഷണങ്ങൾ നിങ്ങൾ കേൾക്കുക, അത് നിങ്ങൾക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക, അത്രമാത്രം നിങ്ങൾ ചെയ്യുക കേട്ടോ. കൂടുതലായിട്ട് നിങ്ങൾ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരുമ്പോഴേക്കും അത് പ്രഗ്നൻസിയുടേതാണോ എന്ന് ആലോചിച്ച് വിഷമിക്കുന്നതോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണാതിരുന്നു കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ടാണോ എന്ന് വിചാരിച്ച് വിഷമിക്കുകയോ ചെയ്യാതിരിക്കുക. കാരണം യാതൊരു തരത്തിലുള്ള പ്രഗ്നൻസി ലക്ഷണങ്ങളും ഇല്ലാതെ പ്രഗ്നന്റ് ആകുന്ന ഒരുപാട് പേരുണ്ട്. ജസ്റ്റ് പീരിയഡ്സ് എക്സ്പെക്ട് ചെയ്യുന്ന ദിവസം തന്നെ ബ്ലീഡിംഗ് ഉണ്ടായതിനു ശേഷം പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് പേര് നമ്മുടെ ചാനലിൽ ഇതിനോടകം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ യാതൊരു തരത്തിലുള്ള ലക്ഷണങ്ങൾ ഇല്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. പീരിയഡ് ഡേറ്റ് മിസ് ആകുന്നുണ്ടോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയായിരിക്കും കേട്ടോ. ആദ്യത്തെ പ്രഗ്നൻസി ലക്ഷണം എന്ന് പറയുന്നത് അൺഎബിൾ ടു ഫോക്കസ് എന്ന് പറയുന്ന ഒരു പ്രഗ്നൻസി ലക്ഷണത്തിനെ പറ്റിയിട്ടാണ്. നമുക്ക് ഒന്നും തന്നെ ഫോക്കസ് ചെയ്യാൻ പറ്റാതെ വരിക. ഫോക്കസ് ചെയ്യാനെന്ന് പറയുമ്പോഴേക്കും നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതെ വരിക. പ്രഗ്നൻസി ബ്രെയിൻ അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ് എന്നുള്ളൊരു പേരിൽ ഇത് ഓൾറെഡി നമ്മൾ പ്രഗ്നൻസി സിംറ്റം ആയിട്ട് പറയുന്നുണ്ട്. പ്രഗ്നൻസി ബ്രെയിൻ എന്ന് പറയുമ്പോഴേക്കും നമുക്ക് പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് വ്യത്യാസങ്ങൾ സംഭവിക്കാറുണ്ട്. പലർക്കും തന്നെ പ്രഗ്നൻസി ബ്രെയിൻ അല്ലെങ്കിൽ പ്രഗ്നൻസിയിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് മൂലം ബ്രെയിനിൽ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കാരണം ഒരു ബ്ലഡ് സർക്കുലേഷൻ അങ്ങോട്ടേക്ക് കൂടുതലായിട്ട് വരുമ്പോഴേക്കും ആ ഒരു മാറ്റമായിട്ട് പൊരുത്തപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളും എടുക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് നമുക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ സംഭവിക്കാം. പ്രഗ്നൻസി ബ്രെയിൻ അല്ലെങ്കിൽ ബ്രെയിൻ ഫോഗ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് വേണ്ട രീതിക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാനായിട്ട് പറ്റാതെ വരിക, നമുക്ക് മറവി ഉണ്ടാവുക, ഇതെല്ലാമാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ലക്ഷണമായിട്ട് വരുന്നത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആലോചിച്ചു കഴിഞ്ഞാൽ ഞാൻ എന്തോ ചെയ്യാൻ ആലോചിച്ചല്ലോ എന്നുള്ള രീതിക്ക് നമ്മൾ റീവൈൻഡ് ചെയ്ത് തിങ്ക് ചെയ്യേണ്ടി വരിക. നമുക്ക് ഒരു കാര്യങ്ങളിൽ കൃത്യമായിട്ട് ശ്രദ്ധ കേന്ദ്രീകരിച്ച് വെക്കാൻ സാധിക്കാതെ വരിക. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ വിഷയത്തിൽ നിന്ന് തെന്നിമാറി ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ച് പോവുക. പലർക്കും പ്രഗ്നൻസിയുടെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണത്. നമുക്ക് മറവി ഉണ്ടാവുക, ഇതെല്ലാം പലർക്കും ഏർലി സ്റ്റേജിൽ തന്നെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ. ഇനി ഇതിലുണ്ടാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു വ്യത്യാസം ഉണ്ടാകാനായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഈസ്ട്രജനും പ്രൊജസ്ട്രോണും തമ്മിലുള്ള വ്യത്യാസമാണ്. പ്രഗ്നന്റ് ആകുന്ന സമയത്ത് ഒരു സ്ത്രീക്ക് ഈസ്ട്രജൻ ഹോർമോണും അതുപോലെ തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോണും ഇൻക്രീസ് ആകാനായിട്ട് തുടങ്ങും. ഈ 2 ഹോർമോൺസും ഒരേപോലെ തന്നെ ഇൻക്രീസ് ആയി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ പ്രഗ്നൻസി അവിടെ സർവൈവ് ചെയ്ത് പോവുകയുള്ളൂ. ഇതിൽ ഏതെങ്കിലും ഒന്ന് റിഡ്യൂസ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വ്യത്യാസം നമുക്ക് ശരീരത്തിൽ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇവ രണ്ടും കൂടി ഒരുമിച്ച് ഇൻക്രീസ് ആകുമ്പോഴേക്കും ഇതിന്റെ ഒരു വ്യത്യാസം കൊണ്ടും ആ ഹോർമോൺസിന്റെ ഹൈക്ക് കൊണ്ടും പലതരത്തിൽ നമുക്ക് ലക്ഷണങ്ങൾ ഉണ്ടാകും. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് കേട്ടോ ഇത്. രണ്ടാമത്തെ ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമുക്ക് ഉറക്കത്തിൽ വ്യത്യാസം വരിക. സ്ലീപ്പിന് പ്രോബ്ലംസ് ഉണ്ടാകുമ്പോഴേക്കും നമുക്ക് നേരെ ചൊവ്വേ കിടന്ന് ഉറങ്ങാനായിട്ട് പറ്റാതെ വരുമ്പോഴൊക്കെ പലർക്കും ഇത്തരത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് പറ്റാതെ വരും. പ്രഗ്നന്റ് ആകുന്ന സ്ത്രീകൾക്ക് എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് ഉറക്കക്കുറവ് എന്ന് പറയുന്നത്. നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്തതുപോലെ തന്നെ ഈ ഉറക്കക്കുറവ് ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ട് വളരെയധികം കൂടുതലായിരിക്കും. നമ്മൾ ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ച് കിടക്കും, പക്ഷെ നമുക്കത് സാധിക്കാതെ വരിക നമ്മുടെ ഹോർമോൺസിന്റെ ഫ്ലക്ച്വേഷൻസ് കൊണ്ടാണ് ഇത്തരത്തിൽ ഉണ്ടാവുന്നത്. അങ്ങനെ ഉറക്കക്കുറവ് സംഭവിക്കുമ്പോഴും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ ഉണ്ടാകാം. മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് സ്ട്രെസ് ആണ്. നമ്മൾ പ്രഗ്നൻസി ട്രൈ ചെയ്യുന്ന സമയത്ത് പലർക്കും സ്ട്രെസ് ഉണ്ടാകും. കാരണം ഇത്തവണയും പോസിറ്റീവ് ആകുമോ നെഗറ്റീവ് ആകുമോ എന്ന് ആലോചിച്ചിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ ലക്ഷണങ്ങൾ എന്തെങ്കിലും കണ്ടു കഴിയുമ്പോൾ ഇത് നെഗറ്റീവ് ആയതുകൊണ്ടാണോ എന്ന് ആലോചിച്ച് നമ്മൾ വിഷമിക്കുക. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴേക്കും നമ്മുടെ മനസ്സ് ഓൾറെഡി ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. പക്ഷെ പ്രഗ്നന്റ് ആകുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവർക്കും സ്ട്രെസ് കൂടാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. കാരണം പെട്ടെന്ന് തന്നെ നമ്മളിൽ ഈസ്ട്രജൻ ഹോർമോൺ, പ്രൊജസ്ട്രോൺ ഹോർമോൺ, HCG ഹോർമോൺ, ഇങ്ങനെ പലതരത്തിലുള്ള ഹോർമോൺസും അവിടെ ഇൻക്രീസ് ആകും. പെട്ടെന്ന് ഈ ഒരു ഹൈക്ക് നമ്മളുടെ ശരീരത്തിലോട്ട് വരുമ്പോഴേക്കും അതുമായിട്ട് പൊരുത്തപ്പെടാൻ നമ്മുടെ ശരീരവും ടൈം എടുക്കുന്നു. അങ്ങനെ വരുമ്പോഴേക്കും പലർക്കും ശരീരത്തിൽ സ്ട്രെസ് കൂടാനായിട്ട് സാധ്യതയുണ്ട്. സ്ട്രെസ്സും ആൻസൈറ്റിയും എന്താകും എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ച് വിഷമിക്കുക, അല്ലെങ്കിൽ നമുക്ക് ഓൾറെഡി നമുക്ക് ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവപ്പെടുക. ഇങ്ങനെ സ്ട്രെസ് കൂടുമ്പോഴേക്കും പലർക്കും ഇത്തരത്തിലുള്ള ഫോക്കസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാം. അപ്പോൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുന്നു
ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ശരീരം നല്ലതുപോലെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ അത് പ്രഗ്നൻസി പോസിറ്റീവ് ആകാനും വേണ്ടിയിട്ടായിരിക്കും. നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴേക്കും രണ്ടാമതായിട്ട് ഒരു കാര്യം ശ്രദ്ധിക്കണം. കാരണം പലരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ് പീരിയഡ്സ് മിസ് ആകുന്നതിന് മുൻപ് തന്നെ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഒരുപാട് പേര് ചാനലിൽ പറയുന്നുണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാനായിട്ട് പറയുമ്പോഴേക്കും ചേച്ചി എക്സ്പെൻസ് കൂടുതലാണ്, അത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് പലരും കമന്റ്സിൽ പറയാറുണ്ട്. അങ്ങനെയൊക്കെ ആവുമ്പോഴേക്കും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കൃത്യമായിട്ടുള്ള സമയത്ത് നമ്മൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 99% വരെ കാർഡ് ടെസ്റ്റിൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റിസൾട്ട് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. കൃത്യമായിട്ടുള്ള സമയം അപ്പോൾ ഏതാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴാണോ നിങ്ങൾക്ക് പീരിയഡ്സ് മിസ്സാകുന്നത് ആ പീരിയഡ്സ് മിസ്സാകുന്ന സമയം മുതൽ ഒരു 10 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 5 ഡേയ്സ് ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആക്യുറേറ്റ് റിസൾട്ട് കിട്ടാനായിട്ടുള്ള ഒരു ടൈമാണ്. പക്ഷേ ഇറഗുലർ പീരിയഡ്സ് ഉള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അതായത് പീരിയഡ്സ് ആകുന്ന ഡേറ്റിൽ നിങ്ങൾക്ക് ഫ്ലക്ച്വേഷൻസ് സംഭവിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു 15 ഡേയ്സ് വരെ, അതായത് എന്നാണോ നിങ്ങൾക്ക് പീരിയഡ്സ് മിസ് ആകുന്നത് അത് തുടങ്ങി ഒരു 15 ദിവസം വരെ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രശ്നമില്ല. ആ 15 ദിവസവും നിങ്ങൾ വെയിറ്റ് ചെയ്തിട്ട് എഗെയിൻ നിങ്ങളിപ്പോൾ ഒരു കാർഡിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുമ്പോൾ മിസ്റ്റേക്സ് സംഭവിക്കുന്നുണ്ടെങ്കിൽ വേറൊരു കമ്പനിയുടെ ഒരു കാർഡ് മേടിച്ചിട്ട് നിങ്ങൾ പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കുക. ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് പ്രഗ്നൻസി ടെസ്റ്റ് ചെയ്ത് നോക്കാൻ കൃത്യമായിട്ടുള്ള ഒരു ടൈം എന്ന് പറയുന്നത് ഏർലി മോർണിംഗ് ആണ്. ഏർലി മോർണിംഗിലെ സമയത്തുള്ള HCG ഹോർമോൺ യൂറിനിൽ കൂടുതലായിരിക്കും. ആ യൂറിൻ കണ്ടന്റ് ഉള്ള HCG കണ്ടന്റ് ഉള്ള യൂറിൻ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയുന്നത്, ഇതിൽ സംസാരിക്കുന്നത് നമ്മുടെ കൺട്രോൾ വിട്ടു പോകുന്നതിനെ പറ്റിയിട്ടാണ്. ലോസിങ് ബോഡി കൺട്രോൾ. നമ്മൾ പലതരത്തിലും നമുക്ക് ബോഡിയുടെ കൺട്രോൾ വിട്ടു പോകാറുണ്ട്. നമ്മൾ ഫിസിക്കലി അല്ലെങ്കിൽ മെന്റലി ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയങ്ങളിലായിരിക്കും ഏറ്റവും കൂടുതൽ നമുക്ക് കൺട്രോൾ വിട്ടു പോകുന്നത്. പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ പല സ്ത്രീകൾക്കും ഉണ്ടാകുന്ന ഒരു ഏർലി പ്രഗ്നൻസി ലക്ഷണമാണ് അവരുടെ കൺട്രോൾ വിട്ടു പോവുക എന്നുള്ളത്. നമ്മൾ നടക്കുമ്പോഴേക്കും പെട്ടെന്നൊന്ന് അടി തെറ്റുന്നത് പോലെ തോന്നുക, അല്ലെങ്കിൽ ഒന്ന് പാളി പോകുന്നത് പോലെ, നമ്മുടെ തല ഒന്ന് മിന്നുന്നത് പോലെ നമുക്കൊരു ഫീൽ ചെയ്യുക. ഈ സെൻസേഷൻ ആയിരിക്കും പലർക്കും അവരുടെ ഏർലി പ്രഗ്നൻസിയിൽ ഫീൽ ചെയ്യുന്നത് കേട്ടോ. എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു ലക്ഷണമായിരുന്നു ഇതെന്ന് പറയുന്നത്. നമ്മളുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യാസങ്ങൾ പ്രഗ്നന്റ് ആകുന്ന സമയത്ത് നമുക്ക് അനുഭവപ്പെടാം. ഏറ്റവും കൂടുതൽ ഇതുണ്ടാവാനായിട്ടുള്ള റീസൺസ് എന്ന് പറയുന്നത്, ഫസ്റ്റത്തെ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിൽ റിലാക്സിൻ ഹോർമോൺ പ്രൊഡ്യൂസ് ആവുന്നതാണ്. റിലാക്സിൻ ഹോർമോൺ എന്താണെന്ന് നമ്മുടെ ചാനലിൽ കുറച്ചായിട്ട് ഫോളോ ചെയ്യുന്നവർക്ക് അറിയുന്നുണ്ടാകും. നമ്മുടെ ശരീരത്തിലെ മസിൽസും അതുപോലെ ലിഗമെന്റ്സും ഒക്കെ ഒന്ന് സ്ട്രെച്ച് ആകാൻ വേണ്ടിയിട്ട് ശരീരത്തിൽ പ്രഗ്നന്റ് ആകുമ്പോൾ ഇൻക്രീസ് ആകുന്ന ഒരു ഹോർമോണാണ് റിലാക്സിൻ ഹോർമോൺ. ഓൾറെഡി നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ഹോർമോണാണ് റിലാക്സിൻ. പക്ഷേ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും വളരെ ലോ ലെവലിലായിരിക്കും ശരീരത്തിൽ റിലാക്സിൻ ഉണ്ടാവുന്നത്. ഇൻ കേസ് നമ്മൾ പ്രഗ്നന്റ് ആകുമ്പോഴേക്കും നമ്മുടെ ബോഡി സ്ട്രെച്ച് ചെയ്യേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം വരുമല്ലോ. ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈസിലി സ്ട്രെച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളുടെ ശരീരത്തിനെ സഹായിക്കുന്നത് ഈ റിലാക്സിൻ എന്ന് പറയുന്ന ഹോർമോണാണ്. റിലാക്സിൻ ഹോർമോൺ ശരീരത്തിൽ ഉണ്ടാകുമ്പോഴേക്കും ഈ സ്ട്രെച്ചിങ് എഫക്റ്റ് നമുക്ക് ഉണ്ടാകുന്നത് നമ്മുടെ ബെല്ലിയിൽ മാത്രമല്ല, നമ്മുടെ ഹിപ്പ്, നമ്മുടെ നീ, അതായത് നമ്മുടെ മുട്ടുകാല്, നമ്മുടെ ജോയിന്റ്സ്, നമ്മുടെ ഉപ്പൂറ്റി, ഈ ഓരോ ഭാഗത്തും റിലാക്സിന്റെ ഒരു എഫക്റ്റ് നമുക്ക് ഉണ്ടാവാനായിട്ടും അതിന്റെ ഒരു എഫക്റ്റ് സ്പ്രെഡ് ആവാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അപ്പൊ നമ്മൾ നടക്കുമ്പോഴേക്കും നമ്മുടെ കൺട്രോൾ വിട്ടു പോകുന്നതായിട്ട് നമുക്ക് തോന്നും. ആദ്യത്തെ 2 സ്റ്റെപ്പ് നമ്മൾ നാച്ചുറലായിട്ട് നമ്മുടെ തന്നെ കൺട്രോൾ നമ്മൾ വെക്കുകയാണെങ്കിലും മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മുടെ കാലൊന്ന് നീങ്ങി പോകുന്നത് പോലെ, നമ്മളൊന്ന് പതറുന്നത് പോലെയുള്ള ഒരു ഫീല് നമുക്ക് കൂടുതലായിട്ടുണ്ടാകും. ഇത് റിലാക്സിൻ ഹോർമോണിന്റെ എഫക്റ്റ് കൊണ്ടാണ്. രണ്ടാമത്തെ റീസൺ എന്ന് പറയുന്നത് BP-യിൽ വരുന്ന വേരിയേഷൻ. പ്രഗ്നന്റ് ആകുന്ന ഒട്ടുമിക്ക സ്ത്രീകൾക്കും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടാണ് അവരുടെ BP-യിൽ വേരിയേഷൻ സംഭവിക്കുക. എന്തുകൊണ്ടാണ് BP-യിൽ വേരിയേഷൻ ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഏർലി പ്രഗ്നൻസി എന്ന് പറയുന്നത് ബോഡി നമ്മുടെ ആ ഒരു ചേഞ്ചസുമായിട്ട് പൊരുത്തപ്പെടാനായിട്ട് എടുക്കുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ ആ സമയത്ത് നമുക്ക് ഒരുപാട് ലക്ഷണങ്ങൾ കാണാനായിട്ടും സാധ്യതയുണ്ട്. ഏർലി പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിലൊക്കെ നമ്മുടെ ഹാർട്ട് നമ്മളുടെ ശരീരത്തിലെ ഓരോ ഭാഗങ്ങളിലോട്ടും ബ്ലഡ് സർക്കുലേഷൻ ഭയങ്കര കൂടുതലായിട്ട് കൊടുക്കും. നോർമലി ഉണ്ടാകുന്നതിനേലും ഒരു 30 to 40% അല്ലെങ്കിൽ ഒരു 50% വരെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ഏർലി പ്രഗ്നൻസിയിൽ ഇൻക്രീസ് ആകാറുണ്ട്. ഇങ്ങനെ ബ്ലഡ് സർക്കുലേഷൻ കൂടുന്നതിന്റെ ഭാഗമായിട്ട് നമ്മുടെ പ്രഷറിൽ വേരിയേഷൻ ഉണ്ടാകും. ചിലർക്ക് BP കൂടും, ചിലർക്ക് BP കുറയും. ഇങ്ങനെയുള്ള വേരിയേഷൻസ് നമുക്ക് സംഭവിക്കുമ്പോഴേക്കും നമ്മളൊന്ന് നടക്കുന്നതിന്റെ സമയത്തൊക്കെ നമ്മുടെ കാല് ഒന്ന് പതറുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാം. നമ്മൾ നടക്കുമ്പോഴേക്കും, അത് തുടക്കത്തിൽ പറഞ്ഞതുപോലെ 2 സ്റ്റെപ്പ് നമ്മൾ നോർമലായിട്ട് വെക്കുമ്പോൾ മൂന്നാമത്തെ സ്റ്റെപ്പ് നമുക്കൊന്ന് പതറുന്നത് പോലെ, നമ്മളൊന്ന് ഫെയിന്റ് ആവുന്നത് പോലെ, അല്ലെങ്കിൽ ഒന്ന് തല കറങ്ങുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടാം. അടുത്തൊരു റീസൺ എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ്.
പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ എടുത്ത എല്ലാവർക്കും തന്നെ ഉണ്ടാകുന്ന ഒരു ലക്ഷണമാണ് നമ്മളൊന്ന് വീഴുന്നത് പോലെ നമുക്ക് അനുഭവപ്പെടുക. അതായത് നമുക്ക് നടക്കാൻ പറ്റാതെ വരിക. എൻ്റെ സെക്കൻഡ് പ്രഗ്നൻസിയുടെ സമയം എന്ന് പറയുന്നത് കൂടുതൽ മെഡിസിൻസ് എനിക്ക് എടുക്കേണ്ടി വന്നൊരു സമയമാണ്. കാരണം കുഞ്ഞിന് കുറച്ച് അബ്നോർമാലിറ്റീസ് ഒക്കെ പറഞ്ഞത് കൊണ്ട് കുറച്ച് മെഡിസിൻസ് ഒക്കെ എടുക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂത്തൊരു മോളുണ്ടായിരുന്നു എനിക്ക്. നമുക്കന്ന് 3 വയസ്സ് 2.25 വയസ്സ് അത്രയൊക്കെ ആയിട്ടുണ്ടായുള്ളൂ. പക്ഷെ ഞാൻ ഈ പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ എടുക്കുമ്പോഴേക്കും എൻ്റെ കൺട്രോൾ മൊത്തം എനിക്ക് വിട്ടുപോകുമായിരുന്നു. ഞാൻ ഒരു റൂമിൽ കയറി ഇരുന്നിട്ട് എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. ബ്രദറിനോട് ഞാൻ പറഞ്ഞു, ഞാൻ പ്രൊജസ്ട്രോണിൻ്റെ മെഡിസിൻ എടുക്കാൻ പോവാണ്, നീ കൊച്ചിനൊന്ന് നോക്കിയേക്കണേടാ എന്ന് പറഞ്ഞിട്ടായിരിക്കും ഞാൻ ഇരിക്കുന്നത്. കാരണം എനിക്ക് പിന്നീട് അങ്ങോട്ടേക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. പെട്ടെന്ന് ഞാൻ അങ്ങോട്ട് കിടക്കും. ഒരു സെഡേഷൻ കിട്ടുന്നത് പോലെ ആയിരുന്നു എനിക്ക് സംഭവിച്ചുകൊണ്ടിരുന്നത് ചേട്ടോ. ഇതേ എഫക്റ്റ് തന്നെ പ്രൊജസ്ട്രോൺ ഹോർമോൺ ശരീരത്തിൽ കൂടുമ്പോഴും നമുക്ക് ഉണ്ടാകും. അതായത് നമ്മൾ നടക്കുമ്പോഴേക്കും ഒന്ന് വീഴാൻ പോകുന്നത് പോലെ നമുക്ക് തോന്നുക, തല കറങ്ങുന്നത് പോലെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഉണ്ടാകുന്നത്. ഇതേ ഫീലിങ്സ് തന്നെ നമുക്ക് പ്രഗ്നൻസിയുടെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കൂടുതലായിട്ട് നമുക്ക് വരാനായിട്ട് തുടങ്ങും. ഇനി ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ ശരീരത്തിനെ കൂടുതൽ ടയേർഡാക്കാൻ അവസരം കൊടുക്കാതിരിക്കുക. ധാരാളം നിങ്ങൾ വെള്ളം കുടിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഒരുപാട് കഴിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടിനെ മൈൻഡ് ചെയ്യാതിരുന്നിട്ട് നമ്മൾ ജോലികൾ ചെയ്യാതിരിക്കുക. കാരണം പെട്ടെന്ന് നമ്മളിങ്ങനെ നടക്കുമ്പോഴേക്കും ഒന്ന് അടി തെറ്റുന്നുണ്ടെങ്കിൽ കുറച്ചു നേരം നമ്മളൊന്ന് ഇരുന്ന് വിശ്രമിച്ചതിന് ശേഷം നമ്മുടെ ബോഡിക്ക് ഒരു റെസ്റ്റ് കൊടുത്തതിന് ശേഷം നമ്മൾ പിന്നീട് അങ്ങോട്ടേക്ക് നമ്മൾ ചുവട് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകുമ്പോഴേക്കും അവർ അടുത്തൊരു സ്റ്റെപ്പിൽ സംഭവിക്കുന്നത് തളർന്നിങ്ങനെ വീഴുക അങ്ങനെയുള്ള കാര്യമായിരിക്കും ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത്, വീട്ടിലിപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് നമ്മൾ അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞ് വീണ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാകും അതൊക്കെ. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി എപ്പോൾ മുതലാണ് കാണുന്നവർക്ക് ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം, അതായത് ഓവുലേഷൻ കഴിഞ്ഞിട്ട് 6 മുതൽ 12 ദിവസത്തിനകത്താണ് നമുക്ക് ഇംപ്ലാന്റേഷൻ ഉണ്ടാവുന്നത്. ഈ ഒരു ഇംപ്ലാന്റേഷൻ നടന്നതിന് ശേഷം നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കൂടി വരുന്നുണ്ടോ എന്ന് നോക്കുക. അതിനു മുൻപ് തന്നെ ആർക്കും ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വരാനായിട്ട് ചാൻസ് ഇല്ല. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണോ അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്. അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.